ഹലോ, എല്ലാവർക്കും തിങ്കളാഴ്ചയിലെ ഞങ്ങളുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭഗവാൻ ഗണപതിയെക്കുറിച്ചാണ്. വിഘ്നങ്ങൾ എന്തു തന്നെ ആയാലും ജീവിതത്തിൽ നിന്ന് എല്ലാം തുടച്ചു മാറ്റുവാൻ കഴിയുന്ന ഭഗവാനാണ് ശ്രീ ഗണപതി. ഇന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 16 നാമങ്ങൾ ഒരു മന്ത്രജപം പോലെ ദിനവും ജപിക്കുന്ന ഭക്തൻ വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ്. ഗണേശന്റെ ഛായാചിത്രത്തിനു മുന്നിൽ ഇരുന്നോ അദ്ദേഹത്തിന്റെ രൂപം മനസ്സിൽ വിചാരിച്ചുകൊണ്ടോ സ്ക്രീനിൽ കാണുന്ന നാമങ്ങൾ ജപിക്കുക. പുതിയ സംരംഭമായാലും ഗൃഹപ്രവേശനമായാലും പുതിയ കാർ വാങ്ങലായാലും വിവാഹമായാലും എന്തുതന്നെയായാലും എന്തും തുടങ്ങുന്നതിനു മുമ്പ് ഗണേശന്റെ നാമം ഉച്ചരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തെ തടസ്സങ്ങൾ നീക്കുന്നവൻ ആയി കണക്കാക്കുന്നു. തടസ്സങ്ങളെ അകറ്റുന്നവനായും കലകളുടെയും ശാസ്ത്രങ്ങളുടെയും രക്ഷാധികാരിയായും ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും ദേവനായും പരക്കെ ആദരിക്കപ്പെടുന്ന ഗണേശൻ ഗണപതി വിനായകൻ എന്നും അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിലെ ഏറ്റവും അറിയപ്പെടുന്നതും ആരാധിക്കപ്പെടുന്നതുമായ ദേവന്മാരിൽ ഒരാളാണ്. തുടക്കങ്ങളുടെ ദൈവം എന്ന നിലയിൽ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും തുടക്കത്തിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ശിവന്റെയും പാർവതിയുടെയും മകനും കാർത്തികേയന്റെയും ദേവതയായ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും സഹോദരനുമാണ് അദ്ദേഹം. ബുദ്ധി, സിദ്ധി, യദ്ധി എന്നീ 3 ഗുണങ്ങളുടെ ആൾരൂപമായ ഗണേശൻ ബുദ്ധന്റെ തന്നെ വ്യക്തിത്വമാണ്. മറ്റ് 2 ഗുണങ്ങളെയും ദേവതകളായി ചിത്രീകരിക്കുകയും ഗണേശന്റെ ഭാര്യമാരായി കണക്കാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വൈവാഹിക നിലയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും അധികാരമായി കണക്കാക്കപ്പെടുന്ന 2 പുരാണങ്ങളും മുദ്ഗല, ശിവപുരാണം എന്നിവ ഗണേശന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ശിവപുരാണം അനുസരിച്ച് ഗണേശൻ ശുഭ്, ലാഭ് എന്നീ പേരുകളുള്ള 2 ആൺമക്കളുണ്ടായിരുന്നു. ശുഭ്, ലാഭ് എന്നിവ യഥാക്രമം ശുഭത്തിന്റെയും ലാഭത്തിന്റെയും വ്യക്തിത്വമാണ്. ശുഭ് ഋദ്ധി ദേവിയുടെ മകനും ലാഭ് സിദ്ധി ദേവിയുടെ മകനുമായിരുന്നു. ഗണേശന്റെ പ്രതിനിധാനങ്ങളിൽ കാലക്രമേണ മാറുന്ന വൈവിധ്യമാർന്ന വ്യതിയാനങ്ങളും വ്യത്യസ്തമായ പാറ്റേണുകളും കാണാം. നിൽക്കുന്നതും നൃത്തം ചെയ്യുന്നതും അസുരന്മാർക്കെതിരെ വീരോചിതമായി നടപടിയെടുക്കുന്നതും ഒരു ആൺകുട്ടിയായി കുടുംബത്തോടൊപ്പം കളിക്കുന്നതും ഉയർന്ന ഇരിപ്പിടത്തിലോ ഇരിക്കുന്നതും അല്ലെങ്കിൽ സമകാലിക സാഹചര്യങ്ങളിൽ ഏർപ്പെടുന്നതും ചിത്രീകരിക്കാം. ആനയുടെ തുമ്പിക്കൈ, മനുഷ്യശരീരം, വൃത്താകൃതിയിലുള്ള വയർ എന്നിവയുള്ള അദ്ദേഹത്തിന്റെ നിഗൂഢമായ രൂപം സാധാരണയായി 4 കൈകളോടെ ചിത്രീകരിക്കപ്പെടുന്നു. മുകളിലെ കൈകളിൽ ഒരു പാശയും കുഴലും ഒരു കോടാലിയും വഹിക്കുന്നു. ഗണേശന്റെ താഴത്തെ കൈകളിൽ ഒന്ന് അഭയമുദ്രയിൽ കാണിച്ചിരിക്കുന്നു. മറുവശത്ത് താഴത്തെ കൈയിൽ മോദകങ്ങൾ നിറഞ്ഞ ഒരു പാത്രം അദ്ദേഹം പിടിച്ചിരിക്കുന്നു. താഴെ ഇടത് കൈയിൽ മധുരം ആസ്വദിക്കാൻ തുമ്പിക്കൈ ഇടതുവശത്തേക്ക് കുത്തനെ തിരിക്കുന്ന ഗണേശന്റെ രൂപം പ്രത്യേകിച്ച് പുരാതനമായ ഒരു സവിശേഷതയാണ്. ഗണേശന്റെ പർവ്വതം അല്ലെങ്കിൽ വാഹനം പ്രീതിപ്പെടുത്തിയാൽ അവൻ വിജയവും സമൃദ്ധിയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകുന്നതാണ്. അതുകൊണ്ടുതന്നെ മതപരവും മതേതരവുമായ എല്ലാ അവസരങ്ങളിലും അദ്ദേഹത്തെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനകളുടെ തുടക്കത്തിലും പ്രധാനപ്പെട്ട സംരംഭങ്ങളുടെ തുടക്കത്തിലും ഏതൊരു പുതിയ സംരംഭത്തിനും മുമ്പും അദ്ദേഹത്തെ വിളിച്ചപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചാനൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന മെയിൽ അഡ്രസ്സിലോ കമന്റ് ആയോ ചോദിച്ചാൽ ഉത്തരം നൽകുന്നതാണ്. വിശ്വസിക്കുക, ജപിക്കുക, നേടുക.